എങ്ങനെയാ പുള്ളി ലൂസിഫറിലേക്ക് ആദ്യം വിളിക്കുന്നത്? ലൂസിഫർ വിജയിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ സെയിം ഗ്രൂവിനെ തന്നെ വെച്ചിട്ടാണ് പുള്ളി ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞു പറഞ്ഞു. എല്ലാവരും ചർച്ച ചെയ്യുന്ന തിരിഞ്ഞു വെക്കുന്ന ആൾ ആരാന്നാണ്. ഇവിടെ വലിയ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയാമെന്ന് അറിയാം, പക്ഷേ ഇത്ര മാസങ്ങളോളം നിങ്ങൾ ഇത് ഉള്ളിൽ കൊണ്ട് നടക്കണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളിയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ലാലേട്ടൻ മോനെന്ന് വിളിച്ചിട്ട് ആക്ഷൻ പറയുമ്പോ സർ എന്നാ വിളിക്കുന്നത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇവരുടെ ഒരു കോംബോയിലെ ആ ഒരു ഷിഫ്റ്റ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ലൊക്കേഷനിലേക്ക് എത്തി ഷൂട്ടിങ്ങിന്റെ അവിടേക്ക് എത്തി കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സാറേ തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ ലാൽ സാറായാലും പൃഥ്വിരാജ് സാറേ എന്ന് വിളിക്കത്തുള്ളൂ. ലാലേട്ടാന്ന് വിളിക്കല് കുറവാണോ നമ്മൾ കേട്ടിട്ടുള്ളത്. ലാൽ സാറ് തന്നെയാണ് പുള്ളി കൂടുതൽ വിളിക്കുക. ആ പോലീസിന്റെ മേലെ കാല് വെക്കുന്നില്ലേ, അതൊരു നല്ല മൂമെന്റ് ആയിരുന്നു. റിഹേഴ്സല് പൃഥ്വിരാജ് കാണിച്ചു കൊടുത്ത് എനിക്ക് ഇങ്ങനെ വേണം സാറെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് പിന്നെ എടുക്കുന്ന ടേക്ക് അത് ഓക്കെയാണ്. ആക്ടർ പൃഥ്വിരാജും സ്റ്റിൽസിന്റെ കാര്യത്തിൽ ഇടപെടുന്ന ഒരാളാണ്. ആക്ടർ ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പുള്ളി ഓക്കെയാണ്. അത് പുള്ളിയുടെ ഭാഗമാണ്. പക്ഷെ ഡയറക്ടർ എന്ന നിലയ്ക്ക് പുള്ളിക്ക് അതിനോട് താല്പര്യമില്ല. ജനഗണമനയിൽ ഒരു ബ്ലാസ്റ്റിംഗ് സീൻ ഇല്ലേ, അത് ഒരു റിയൽ ഷോട്ടായിരുന്നു, സിംഗിൾ ഷോട്ടായിരുന്നു. അതൊരു സിംഗിൾ ഷോട്ടിലാണ് ഷൂട്ട് ചെയ്തിരുന്നത് തന്നെ. പുള്ളി അവിടെ നിന്ന് ഇറങ്ങി വന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്ന് പോണ വരെ ഒറ്റ ഷോട്ടിലാണ് അതാണ് ഷൂട്ട്. അത് എങ്ങാനും ഫസ്റ്റ് ഇത് പാളിയായിരുന്നെങ്കിൽ രണ്ടാമത് റീഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കൂടി എടുക്കുന്ന ഒരു പ്രോസസ്സായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു വിലായത്ത് ബുദ്ധ എമ്പുരാന്റെ ഷൂട്ടിങ്ങിന് ശേഷം ബാക്കി ഷൂട്ട് ചെയ്തായിരുന്നു. കൂടുതലും പുള്ളി ഒരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു കിട്ടുന്ന ഗ്യാപ്പ് മറ്റേ എമ്പുരാന്റെ ബാക്കി പരിപാടികൾക്ക് വേണ്ടിയിട്ട് ആയിരുന്നു ഫുൾ ടൈം ലൊക്കേഷനിൽ. ഹായ്, ഇന്നെന്റെ കൂടെ ഉള്ളത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സിനറ്റ് സേവിയർ. ചേട്ടാ സ്വാഗതം. നമസ്കാരം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ ലൂസിഫറിന്റെ എമ്പുരാന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അല്ലേ, എമ്പുരാനിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഒരു ഇപ്പൊ വരുന്നൊരു ഹൈപ്പ് ഉണ്ടല്ലോ, ശരിക്കും അതിലൊക്കെ നിങ്ങൾക്കൊരു പ്രഷർ ഉണ്ടാകുന്നുണ്ടല്ലോ. എല്ലാവരും ഇപ്പൊ ഞങ്ങൾ വന്നപ്പോഴും ഞാനടക്കമുള്ള ഇവിടെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക, ഓരോരോ കൗതുകം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മളും എക്സൈറ്റ്മെന്റിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തായാലും ഇപ്പോൾ ബാക്കി പ്രോസസ്സ് നടക്കുന്ന സമയത്തായാലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പടം എത്രയും പെട്ടെന്ന് റിലീസ് ആവണം കാണണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് വേറെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ മുഴുവൻ പടം? മുഴുവനായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, പല പാർട്ടുകളായിട്ട് ഇങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ വെച്ചിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഫുൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ പ്രിവ്യൂ വെച്ചിട്ടില്ല, പ്രിവ്യൂ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഡയറക്റ്റ് ഫാൻസിന്റെ കൂടെ ഫാൻ ഷോയാണ്. ലൂസിഫർ ടു എമ്പുരാൻ വരുമ്പോൾ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഒരു വർക്കിൽ പ്രധാന വ്യത്യാസം എന്താ തോന്നി? ലൂസിഫറിൽ നമ്മൾ കൂടുതലും കേരള ബേസ് ചെയ്തിട്ടുള്ള പരിപാടികളായിരുന്നു. പിന്നെ സ്റ്റീഫൻ നെടുമുരളി മറ്റേ മുണ്ടും വൈറ്റ് ആൻഡ് വൈറ്റും പരിപാടികളൊക്കെ ആയിരുന്നു. ഇതില് ക്യാൻവാസ് മൊത്തം കുറച്ച് വലുതാണ്. അതായത് ഇബ്രാഹിം ഖുറേഷിനെ കാണിക്കുന്നതെല്ലാം കുറച്ച് വലിയ ക്യാൻവാസിലാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ അതിലുണ്ട്. നമ്മൾ അതിനെടുക്കുന്ന ഒരു എഫേർട്ടിന്റെ കാര്യത്തിലൊക്കെ മാറ്റം. എഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് എഫർട്ടില് ഏതിനായാലും സെയിം തന്നെയാണ്. പക്ഷെ നമ്മള് നല്ല മൂമെന്റ്സ് മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. ചാലഞ്ചിങ് ആണെങ്കിലോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? രണ്ടില് ഏതെങ്കിലും ഒന്ന് കൂടുതൽ ചലഞ്ചിങ് ഇതില് കുറച്ചും കൂടി കൂടുതലായിരുന്നു. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറെ പരിപാടികൾ ക്രൗഡിന്റെ ഇടയിലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്യാൻവാസ് വേറെ വലുതാണ്. ബ്ലാസ്റ്റിംഗ് പരിപാടികൾ, തീ പുക, അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട്. ജനഗണമനയിൽ ഒരു ബ്ലാസ്റ്റിംഗ് സീൻ ഇല്ലേ, അത് ഒരു റിയൽ ഷോട്ടായിരുന്നു, സിംഗിൾ ഷോട്ടായിരുന്നു. അതൊരു സിംഗിൾ ഷോട്ടിലാണ് ഷൂട്ട് ചെയ്തിരുന്നത് തന്നെ. പുള്ളി അവിടെ നിന്ന് ഇറങ്ങി വന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്ന് പോണ വരെ ഒറ്റ ഷോട്ടിലാണ് അതാണ് ഷൂട്ട്. അത് എങ്ങാനും ഫസ്റ്റ് ഇത് പാളിയായിരുന്നെങ്കിൽ രണ്ടാമത് റീഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കൂടി എടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. പിന്നെ എല്ലാം റീസെറ്റ് ചെയ്ത് രണ്ടാമത് ചെയ്തിട്ട് വേണമായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആവുകയും ചെയ്തു. പൃഥ്വിരാജാണ് പറഞ്ഞെന്ന് തോന്നുന്നു, ജീവൻ പോവാൻ സാധ്യതയുള്ള ഒന്നായിരുന്നു. അതെ, അതും ടെൻഷനുള്ള ഒരു പരിപാടിയായിരുന്നു എല്ലാവർക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കോറിഡോർ സ്പേസ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉള്ള ഏരിയ അല്ല. എല്ലാവരും ആ ജൂനിയേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ക്യാമറ, രാജു, എല്ലാവരും ആ കോറിഡോറിൽ നടക്കുന്നു. അവിടെയാണ് ബ്ലാസ്റ്റ് നടക്കുന്നത്. ജനലെല്ലാം ബ്ലാസ്റ്റ് ആവുന്നുണ്ട്, തീ വരുന്നുണ്ട്. റിസ്കി ആയിരുന്നു പരിപാടി. പക്ഷെ അത് ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിൽ അങ്ങനത്തെ ബ്ലാസ്റ്റുകൾ ഉണ്ടായിരുന്നു? ഇതില് റിസ്കി പരിപാടികൾ തന്നെയായിരുന്നു മൊത്തം. പക്ഷെ ഇതില് നമുക്കൊരു സ്പേസ് ഉള്ള ഏരിയാസ് ആണ് പലതും. അപ്പൊ അവിടെ നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഒരുപാട് പടങ്ങൾ പൃഥ്വിരാജിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് മുതൽ അസിസ്റ്റന്റ് ആയിട്ടും ഏകദേശം ഒരു 15ഓളം സിനിമകൾ. എങ്ങനെയാ പുള്ളി ലൂസിഫറിലേക്ക് ആദ്യം വിളിക്കുന്നത്? ലൂസിഫറിലേക്ക് വിളിക്കണമെന്ന് വെച്ചാൽ അതിന് മുമ്പ് പല പടങ്ങളും വർക്ക് ചെയ്തായിരുന്നു. എസ്ര, അതുപോലെ തന്നെ ലാസ്റ്റ് ആ ടൈമിലൊക്കെ വർക്ക് ചെയ്തായിരുന്നത് എസ്രയ്ക്കാന്ന് തോന്നുന്നു.
എസ്ര കഴിഞ്ഞ് അനാർക്കലി അങ്ങനെ കുറെ പടങ്ങളുണ്ടായിരുന്നു. ലൂസിഫറിലേക്ക് നമ്മൾ അതിന് മുമ്പായിരുന്നു 9 സിനിമ നടക്കുന്നത്, പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം നടക്കുന്നത്. അപ്പോൾ 9ലേക്ക് എന്നെ വിളിച്ചായിരുന്നു, പക്ഷെ എനിക്കത് പോകാൻ പറ്റിയില്ല. അതിന് പിന്നെ ഞാൻ അങ്ങനെ ലൂസിഫർ നമുക്ക് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സിനിമ നടക്കുന്നതിൻ്റെ ഇടയിലാണ് പുള്ളി വിളിക്കുന്നത്. ഇങ്ങനെ ജൂണിൽ ഷൂട്ട് തുടങ്ങും, ഉണ്ടാവും എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പിന്നെ നമ്മൾ ആകെ എക്സൈറ്റഡ് ആയി, എന്തെങ്കിലും ഉണ്ടാവും പറഞ്ഞു. അന്നും ഉണ്ടല്ലോ അല്ലെ പൃഥ്വിരാജ് ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമ. ആ സിനിമ ഫസ്റ്റ് അങ്ങനെ ഒരു സിനിമയുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതും അതും അന്ന് ആ സമയത്ത് ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഇതിലേക്ക് വരുമ്പോഴോ, ഇതിലേക്ക് നിങ്ങൾ അന്നേ കൺഫേം ആയിരുന്നു നമ്മൾ അന്ന് ലൂസിഫർ വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ സെയിം ഗ്രൂവിനെ തന്നെ വെച്ചിട്ടാണ് പുള്ളി ഷൂട്ട് ചെയ്യാന്ന് അന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇതിലേക്ക് എത്തി. പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ എന്താണ് ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർക്ക് തരാറുള്ള നിർദ്ദേശം? പുള്ളീനെ സംബന്ധിച്ചോളം പുള്ളിക്ക് ഫോട്ടോഷൂട്ടോ പരിപാടികളോ ഒന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. എല്ലാം റിയൽ ആയിട്ട് ലൈവായിട്ടുള്ള സ്റ്റിലുകളോടാണ് താല്പര്യം. അപ്പൊ അത് മാക്സിമം അങ്ങനെ തന്നെ എടുത്തു കൊടുക്കാന്നുള്ളതാണ് ജോലി. ഇതിനു വേണ്ടി അതിലെ ഏറ്റവും ബെസ്റ്റ് മൂമെന്റുകൾ ക്യാപ്ചർ ചെയ്ത് ഏറ്റവും നല്ലതാക്കി പുള്ളിക്ക് പ്രസന്റ് ചെയ്യാന്നുള്ളത്. എന്നാലും ഇപ്പൊ നമ്മളെപ്പോഴും അലേർട്ട് ആയിരിക്കണല്ലോ. പ്രത്യേകിച്ച് പല ഇതിലൊക്കെ നമ്മുടെ ട്രെയിലറിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ഒരു വലിപ്പത്തിൽ തന്നെ എപ്പോഴും ഒരു സാധനം മിസ്സാവാൻ സാധ്യതയില്ല, അലേർട്ട് ആയിരിക്കേണ്ട ഒരാളല്ലേ. നമ്മൾ ലൊക്കേഷനിൽ വേണമെന്ന് പുള്ളിക്ക് ഭയങ്കര നിർബന്ധം. ഇപ്പൊ ഞാനെന്നല്ല, പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യന്മാരും ഫുൾ ടൈം പുള്ളിയുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പുള്ളി. എല്ലാവരും ഫുൾ ടൈം ഉണ്ടാവും. പിന്നെ നമ്മള് ഒരേ മൂമെന്റും നമ്മൾ അവിടെ നിന്ന് വാച്ച് ചെയ്ത് റിഹേഴ്സൽ കണ്ട് നമ്മൾ മിസ്സാവാതെ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എല്ലാം ഒരു പ്രോപ്പർ റിഹേഴ്സൽ കഴിഞ്ഞ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് പുള്ളിയുടെ. എല്ലാത്തിനും റിഹേഴ്സൽ ഉണ്ടാവും. ഇപ്പൊ ബ്ലാസ്റ്റോ പരിപാടികൾക്കൊന്നും റിഹേഴ്സലോ പരിപാടി ഉണ്ടാവില്ല. അതിന്റെ ഒരു ജഡ്ജ്മെന്റ് വെച്ചിട്ട് നമ്മൾ 3-4 ക്യാമറകൾ ഉണ്ടാവും, അത് സെറ്റ് ചെയ്ത് അതനുസരിച്ചിട്ട് അപ്പൊ ആ ഒരു ജഡ്ജ്മെന്റിൽ തന്നെ നമ്മൾ എടുക്കും. ഇപ്പൊ ചിലതില്ലേ, ഇപ്പം ലാലേട്ടന്റെ നോട്ടങ്ങൾ നമുക്കറിയാം, അല്ലെങ്കിൽ ചില ഫൈറ്റ് സീനുകൾ കടവുളെ പോലെയൊക്കെ വരുന്നതിലൊക്കെ ഉള്ള കുറെ ഇതുണ്ട്. അപ്പൊ ചിലപ്പോൾ റിഹേഴ്സലിൽ പറയുന്നേക്കാം, ലാലേട്ടനൊക്കെ റിഹേഴ്സൽ ചെയ്യുമ്പോൾ അങ്ങനെ അത്ര ഒരു ഇതിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, പക്ഷെ പിന്നീട് ക്യാമറയിൽ നോക്കുമ്പോഴാണ് റിഹേഴ്സലിൽ ചിലപ്പോൾ പുള്ളി ആ ആക്ഷനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ റിഹേഴ്സൽ ചെയ്ത് പോവുള്ളൂ. അതിൽ ചിലപ്പോൾ പുള്ളി അവർ അഭിനയിക്കുന്ന ഒരു ഇതുണ്ടാവില്ല, അത് ആ മൂവ്മെന്റുകൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് പോകുള്ളൂ. പക്ഷെ അത് ടേക്ക് എടുക്കുന്ന സമയത്ത് മൊത്തം മാറും. പിന്നെ പുള്ളിയുടെ എക്സ്പ്രഷനും പുള്ളിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോൾ നമ്മളും എക്സൈറ്റഡ് ആയിരിക്കും. ആ മൊമെന്റ് നഷ്ടപ്പെടാതെ അപ്പൊ തന്നെ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കും. സർപ്രൈസിംഗ് ആയ ഏതെങ്കിലും സീനുണ്ടോ ലൂസിഫറിൽ പറയാൻ പറ്റുമെങ്കിൽ? ഇത് 1-2 സ്ഥലത്ത് ഞാൻ പറഞ്ഞു തന്നെയാണ്. മറ്റേ പുള്ളീനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോണ ഒരു സീക്വൻസിലേക്ക് നല്ല അടിപൊളി സ്റ്റിൽസ് എല്ലാം കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വാടാന്നുള്ളൊരു അത് ഭയങ്കര ഒരു ലൂസിഫറിലെ ഫൈറ്റിനിടയ്ക്ക് അതിപ്പോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുള്ള വാർഡാണ്. ആ പോലീസിന്റെ മേലെ കാല് വെക്കുന്നില്ലേ, അത് ഒരു നല്ല മൂവ്മെന്റ് ആയിരുന്നു. അത് എങ്ങനെ? അത് ഓൾറെഡി റിഹേഴ്സല് പൃഥ്വിരാജ് കാണിച്ചു കൊടുത്ത് എനിക്ക് ഇങ്ങനെ വേണം സാറെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് പിന്നെ എടുക്കുന്ന ടേക്ക് അത് ഓക്കെയാണ്. ഒരുപാട് ലൊക്കേഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി. എമ്പുരാന് കുറെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങള് എല്ലാ ലൊക്കേഷനിലും ഉണ്ടായിരുന്നു? എല്ലാ ലൊക്കേഷനിലും ഉണ്ടായിരുന്നു. സ്ഥലമൊക്കെ പറയാമോ? അത് മറ്റേ കേരളത്തിൽ തന്നെ നമ്മൾ 3-4 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിന് പുറത്ത് ഗുജറാത്താണ് വേറൊരു മെയിൻ ലൊക്കേഷൻ ആയിരുന്നത്. പിന്നെ ഹൈദരാബാദ്, ചെന്നൈ, പിന്നെ വിദേശങ്ങളുണ്ടായിരുന്നു, UK, USA, ദുബായ്. ആക്ടർ പൃഥ്വിരാജും സ്റ്റിൽസിന്റെ കാര്യത്തിൽ ഇടപെടുന്ന ഒരാളാണ്. അതും പുള്ളി ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി ആ സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പുള്ളി ഓക്കെയാണ്, അത് പുള്ളിയുടെ ഭാഗമാണ്. പക്ഷെ ഡയറക്ടർ എന്ന നിലയ്ക്ക് പുള്ളിക്ക് അതിനോട് താല്പര്യമില്ല. സയ്യിദ് മസൂദ് ആയിട്ട് പെട്ടെന്ന് ഡയറക്ടർ ആവുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു കാണാൻ? അത് നമുക്ക് കുറച്ച് ഹറിബറി ആയിരിക്കും ആ സമയങ്ങളിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി അഭിനയിക്കുന്നു, അത് കഴിഞ്ഞ് വേഗം മോണിറ്ററിൽ വരുന്നു, ഷോട്ട് ഓക്കെ ആണെന്ന് നോക്കുന്നു, അല്ലെങ്കിൽ റീടേക്ക് ഉണ്ടെങ്കിൽ വീണ്ടും അങ്ങോട്ട് പോകുന്നു, പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നു. അത് മൊത്തത്തിലൊരു ഹറിബറിയാണ്. അത് മാത്രമല്ല ഷോട്ട് ഓക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് പറയാൻ വേണ്ടി പുള്ളി അപ്പോഴേക്കും അങ്ങോട്ട് ഓടും. അത് ഈ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ തന്നെയാണ്. ഫുൾ ടൈം പുള്ളി ആ കോസ്റ്റ്യൂമിലായിരിക്കും അന്നത്തെ ദിവസം. പിന്നെ പുള്ളിയുടെ ഷോട്ടുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഒന്ന് ഫ്രീ ആവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഷോട്ടുകൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയായിരിക്കും. അവിടെ പോവുക, അത് കഴിഞ്ഞ് തിരിച്ച് മോണിറ്റർ വരാം, മോണിറ്റർ നോക്കുക, അത് ഓക്കെ ആവുന്നവരെ അടുത്ത ഷോട്ടിലേക്ക് പോകാം. ലാലേട്ടൻ മോനെന്ന് വിളിച്ചിട്ട് ആക്ഷൻ പറയുമ്പോൾ സർ എന്നാ വിളിക്കുന്നത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇവരുടെ ഒരു കോംബോയിലെ ആ ഒരു ഷിഫ്റ്റ് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ അത് ഈ പറഞ്ഞ മാതിരി ലൊക്കേഷനിലേക്ക് എത്തി ഷൂട്ടിങ്ങിന്റെ അവിടേക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സാറേ തന്നെയാണ് വിളിക്കുക. അപ്പൊ ലാൽ സാറായാലും പൃഥ്വിരാജിനെ സാറേന്ന് വിളിക്കത്തുള്ളൂ,
തിരിച്ചും അങ്ങനെ തന്നെ വിളിക്കത്തുള്ളൂ. കൗതുകാണല്ലേ. അതിനപ്പുറം വരുമ്പോഴാണ് ഇപ്പൊ മോനെ എന്നുള്ള ഒരു ഇതിലേക്കും, അതുപോലെ ഇങ്ങനെ ലാൽ സാറ അല്ലെങ്കിൽ ലാലേട്ട എന്നുള്ള ഇതിൽ, ലാലേട്ടാന്ന് വിളിക്കല് കുറവാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ലാൽ സാർ തന്നെയാണ് പുള്ളി കൂടുതൽ വിളിക്കുക. ലാലേട്ടൻ ഇങ്ങനെ എല്ലാം നിരീക്ഷിക്കും, ടെക്നിക്കൽ സൈഡൊക്കെ. ഓ തീർച്ചയായിട്ടും. ഇപ്പം ഷോട്ട് വന്ന് ചെക്ക് ചെയ്യുന്ന അങ്ങനെ പുള്ളി ഇപ്പൊ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി കൊള്ളാവോ മോനെ ചോദിച്ച് മറ്റേ നേരെ ക്യാമറയിലോ മോണിറ്ററിലോ വന്നിട്ട് ഷോട്ട് കാണും. അങ്ങനെ തന്നെയാണ്. ഇതിൽ മുണ്ടെടുത്ത ലാലേട്ടനെ കുറച്ച് കുറവായിട്ടാണ് കാണിച്ചത്. പക്ഷെ അവസാനം ആകുമ്പോഴേക്കും ട്രെയിലറിൽ നമുക്ക് ആശ്വാസമായിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ ലൂസിഫർ മുണ്ടെടുത്ത ലാലേട്ടൻ ഷോ ആണ്. ഇതിലും അതിലും നമ്മൾ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അത് സിനിമ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നല്ലത്. ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യും. കുറച്ചുകൂടെയൊക്കെ കൂടുതൽ, അതായത് ട്രെയിലർ കാണുന്നതിനേക്കാൾ മുണ്ടെടുത്ത ലാലേട്ടനെ കാണാൻ പറ്റുമോ? അതാ പറഞ്ഞ, അത് സിനിമ കാണുന്നതായിരിക്കും അതിന്റെ ഒരു. ഞാൻ പറഞ്ഞ ഒന്നാമത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ച് ഒരു ഇതുണ്ട്, പരിമിതികളുണ്ട് പറയാനായിട്ട്. അതുകൊണ്ട് അത് സിനിമ കാണുന്ന തന്നെയായിരിക്കും ബെസ്റ്റ്. ഇനിയൊരു ഫോട്ടോ ഉണ്ടല്ലോ, ഒരുപാട് ഫോട്ടോകളുണ്ട്, പക്ഷെ ഇതൊരു 6 days to go എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ. ഈ ഒരു ഇത് ഹെലികോപ്റ്റർ ഒക്കെ വന്നിട്ടുള്ള പരിപാടികൾ എങ്ങനെയായിരുന്നു? ഹെലികോപ്റ്റർ വന്നിട്ടുള്ള സീനുകൾ പറയാൻ ഒരു 3-4 സീക്വൻസുകൾ വരുന്നുണ്ട്. അത് പലയിടത്തും അങ്ങനെ, പക്ഷെ ആ മൂമെന്റുകളെല്ലാം നമ്മളും എക്സൈറ്റഡ് ആണ്. ചുരുക്കി പറയുന്നത് ചുരുക്കി അങ്ങനെ. പക്ഷെ അതിന്റെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ, ലൊക്കേഷൻ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നത്. തയ്യാറെടുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പല ലൊക്കേഷനിലും ഹെലിപ്പാഡോ പരിപാടികളോ ഒന്നും ഇല്ലാത്തായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് അവിടെ വന്നിട്ടൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് തരുന്നത്. പിന്നെ നമ്മുടെ ഷോട്ടുകൾക്ക് ആവശ്യമനുസരിച്ച് ഇതിനെ പ്ലാനിങ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഫോട്ടോ മുമ്പ് ലാലേട്ടന് കാണിച്ചു കൊടുക്കുന്ന ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മുമ്പ് വേറെ ഒരു സെറ്റിലെ അല്ലേ? ഇത് ബ്രോഡാഡിയിലെ. പുള്ളി വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും അങ്ങനെ കാണിക്കുന്ന ആളായിട്ട് കേട്ടിട്ടില്ല. അതായത് പൊതുവെ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയ ലാലേട്ടൻ അപൂർവേ കാണാറുള്ളൂ. ഇപ്പൊ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്താ ലാലേട്ടൻ്റെ ഒരു? പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളി അത് കൊള്ളാമെന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ആഫ്റ്റർ റിലീസൊക്കെ പുള്ളി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റില്ലുകളൊക്കെ മേടിച്ച് പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മളെ മെൻഷൻ ചെയ്യാറുണ്ട്. അതൊക്കെ സന്തോഷമാണ് നമുക്ക്. ഇതിലെ ഫൈറ്റുകളിലൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ? ഇപ്പം നമ്മൾ നേരത്തെ കുറച്ച് ഇതിൻ്റെ പറഞ്ഞു, പക്ഷെ അല്ലാതെ ഇനി ഞങ്ങൾ കാണാനിരിക്കുന്ന ഫൈറ്റുകളിലൊക്കെ ചേട്ടൻ്റെ ഒരു വർക്കിംഗ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മിക്കവാറും സിനിമകളിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു മാസ് പടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈറ്റ് അങ്ങനത്തെ പരിപാടികളിലായിരിക്കും നമുക്ക് കൂടുതലും. ഇവരുടെ ഇപ്പോൾ ഇൻട്രോ ഒരു ഫൈറ്റിലാണെങ്കിൽ ഇൻട്രോയ്ക്ക് വേണ്ടിയുള്ള ഷോട്ടുകൾ ഉണ്ടാവും. അത് കുറച്ച് മാസ് പരിപാടികളായിരിക്കും. അപ്പോൾ അതിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പോസ്റ്ററിന് പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് തിരിഞ്ഞു വെക്കുന്ന ആൾ ആരാന്നാണ്. ഇവിടെ വലിയ ഡിസ്കഷൻസ് അറിയാമെന്ന് അറിയാം. പക്ഷേ ഞാൻ ചോദിച്ചാൽ ഈ എക്സ്ക്ലൂസിവിറ്റി കീപ്പ് ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് തുടക്കം മുതൽ ഇത്ര മാസങ്ങളോളം നിങ്ങൾ ഇത് ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട. അപ്പൊ അക്രൂനെ ചുരുക്കുവോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവോ അതിനു വേണ്ടി? അങ്ങനെ അതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളിയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാ ഒരു ടീം പ്രിപ്പറേഷൻ പൃഥ്വിരാജ് ഡയറക്ടർ എന്ന രീതി? ഓൾറെഡി നമ്മൾ ലൂസിഫറിന് ഒരു ടീം ആയ കാരണം പിന്നീടുള്ള സിനിമകൾക്കെല്ലാം അത് ഇതാണ്. അപ്പൊ ലൂസിഫറിന് വന്നപ്പോഴേ എല്ലാവരും ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ കഴിഞ്ഞപ്പോൾ നമ്മളൊരു കുടുംബം പോലെ തന്നെ എല്ലാവരും ഒരു ഇതാണ്. പിന്നെ പുള്ളിക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചും കറക്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ഉള്ള ഒരാളാണ്. ആ ജഡ്ജ്മെന്റും അതുപോലെ തന്നെ എല്ലാത്തിനും ക്ലാരിറ്റി, പുള്ളി എല്ലാവരുടെ ജോലികൾക്കും ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലികളും കുറച്ച് ഈസിയാണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ഈസിയാണ്. അങ്ങനെ എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഷൂട്ടിംഗ് നടക്കാറ്. പുറത്തുള്ള ഒരു ഇന്റർവ്യൂല് പറഞ്ഞു സിനിമാറ്റോഗ്രാഫർ അയക്കാൻ ഞാൻ ചിലപ്പോ എന്ന് പറയുന്നുണ്ട്. പുള്ളിക്ക് എത്രമാത്രം പൃഥ്വിരാജ് എന്നുള്ള ഒരു ആക്ടർ ഡയറക്ടറിന്റെ ഉള്ളിൽ ഒരു സിനിമാറ്റോഗ്രാഫറെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഫ്രെയിംസിനെ കുറിച്ചും ബാക്കിയുള്ള എല്ലാം ധാരണ പുള്ളിക്ക് വ്യക്തമായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ടെക്നോളജികളെ കുറിച്ചും നല്ല ധാരണയാണ്. ഇപ്പോൾ പുതിയ ക്യാമറകളായാലും കാര്യങ്ങളായാലും അത് പുള്ളി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലാക്കിക്കൊണ്ടിരിക്കും അതിനെക്കുറിച്ച്. അപ്പോൾ അത് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പുള്ളി അത് പഠിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് സിനിമയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ക്യാമറ ഏതായിരുന്നു യൂസ് ചെയ്തത് 2 സിനിമകൾക്കും എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്ത് ഇപ്പോൾ ലൂസിഫർ ടൈമിൽ മറ്റേ കെനോൺ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. കെനോണിൻ്റെ 1DX Mark II എന്ന് പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു. ഇപ്പോൾ എമ്പുരാൻ തുടങ്ങിയപ്പോൾ പുതിയ ക്യാമറ എടുത്തു. അത് പക്ഷേ സോണിയാണ്, സോണി A1 എന്നുള്ള ക്യാമറയാണ്.
അത് എമ്പുരാന് വേണ്ടിയിട്ട് ഷൂട്ടിന് മുമ്പായിട്ടാണ് ഇപ്പോൾ എടുത്തത്. അതിലൊക്കെ ഈ പറഞ്ഞ ചർച്ച ഉണ്ടാവോ ഡയറക്ടറായിട്ട്? അതിൽ ചർച്ചയില്ല, പക്ഷെ നമ്മള് ഇത്ര വലിയ ക്യാൻവാസിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളും അപ്ഡേറ്റ് ആയിട്ട് ചെല്ലണ്ടേ, അപ്പൊ നമ്മളും അത് മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കൂടെ ഇപ്പൊ സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവിനെ പല സ്ഥലത്തും എടുത്തു പറയുന്നുണ്ട് പൃഥ്വിരാജ്. അപ്പൊ സുജിത്തേട്ടന്റെ കൂടെയും എങ്ങനെയായിരുന്നു ഒരു വർക്കിംഗ്? ഞാനും സുഹിത്തേട്ടൻ്റെ കൂടെ ഇതുപോലെ ഒരു 5-8 സിനിമകളോളം വർക്ക് ചെയ്തിട്ടുണ്ട്. സുഹിത്തേട്ടൻ ഡയറക്ട് ചെയ്ത പടം ഞാൻ വർക്ക് ചെയ്തത്, ജെയിംസ് ആൻഡ് എലീസ് എല്ലാം ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സുഹിത്തേട്ടനായിട്ട് കമ്പനി ആയിരുന്നു. സുഹിത്തേട്ടൻ ആ സമയത്ത് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിന്നീട് ഞങ്ങൾ ചെയ്ത സിനിമകൾക്കെല്ലാം അങ്ങനെ ഞങ്ങളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പം പോസ്റ്ററിൽ ആനന്ദ് രാജേന്ദ്രൻ പറഞ്ഞു എന്തൊക്കെയാണ് ഷോട്ടിലുള്ളത് അത് തന്നെയാവും ആ സ്റ്റിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് ഒട്ടും റീക്രിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ലേ ഒരു സാഹചര്യത്തിൽ പോലും? അതിൽ കൂടുതലും എന്തെങ്കിലും കളർ കറക്ഷൻസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ പിന്നെ ബാക്കി ലോഗോസോ കാര്യങ്ങളോ ആഡ് ചെയ്തിട്ട് വിടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പുള്ളിക്ക് ലൈവായിട്ടുള്ള സാധനങ്ങളോട് തന്നെയാണ് താല്പര്യം എപ്പോഴും. അപ്പോൾ അത് തന്നെയാണ് മാക്സിമം നമ്മൾ എടുത്തു കൊടുക്കാനും ശ്രമിക്കാറ്. അപ്പോൾ അതിൽ കൂടുതൽ മറ്റേ നമ്മൾ കോമ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യുക, അത് പുള്ളിക്ക് കുറച്ച് താല്പര്യക്കുറവാണ്. പുള്ളി ചെയ്യുന്ന സിനിമകൾക്ക് പോലും CG അധികം പുള്ളി യൂസ് ചെയ്യാറില്ല. മാക്സിമം റിയലായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമുക്കും ആ റിയൽ ലൊക്കേഷനിലെ പരിപാടികൾ നമുക്ക് കിട്ടുന്ന കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ വേറെ കോമ്പോസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നമുക്ക് ആ ഫ്രെയിമിൽ ഉണ്ടായിരിക്കും. ഒരു നടന്നു വരുന്ന സീക്വൻസ് ആണെന്ന് വിചാരിക്കാം. അതിലെന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നല്ലൊരു ഇപ്പം നമുക്ക് അവർ രണ്ടുപേരും നടന്നു വരുന്നൊന്നുമില്ല, സയ്യിദ് മസൂദും. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് നല്ല ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അവര് അത് നമ്മളപ്പം നമുക്ക് സ്റ്റില് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ആ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ കഴിഞ്ഞാൽ നമ്മൾ പറയും സ്റ്റില് വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെ കൊണ്ട് അത് റീക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഷോട്ട് പോലെ തന്നെ നമ്മൾ അത് വീണ്ടും ഷൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അത് അവർ വീണ്ടും ചെയ്ത് നമുക്ക് തരും. നമ്മുടെ ആവശ്യം നമ്മൾ അവരോട് പ്രസന്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത സ്പേസുകളുടെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം വെച്ചാൽ നിൽക്കാൻ പറ്റാത്ത അവസരം, ചെറിയ റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പേസ് ഉണ്ടാവില്ല. അതിപ്പോൾ ട്രാക്കോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒട്ടും സ്പേസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആഫ്റ്റർ ദ ഷോട്ട് നമ്മൾ അതെടുക്കും. അപ്പോൾ പല നാടുകളിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ എന്തായിരുന്നു ഏറ്റവും ഒരു വേഴ്സ് എന്ന് പറയാവുന്ന? സിനിമയ്ക്ക് അങ്ങനെ ഒരുപാട് ഇതുകളുണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ UK-യും US-ഉം അതുപോലെ തന്നെ ലഡാക്കൊക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് നല്ല തണുപ്പുള്ള സമയം തന്നെയായിരുന്നു. പിന്നീട് മഴ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഷൂട്ടിംഗ് സമയത്ത്. അപ്പോൾ അതിനെല്ലാം തന്നെ ചെയ്തിട്ട് തന്നെയാണ് സിനിമ വന്നിക്കുന്നത്. വേറെ ഇപ്പോൾ ഗുജറാത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ചൂടുള്ള സമയം ഉണ്ടായിട്ടുണ്ട്, മഴയുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. ലൂസിഫറിൽ പ്രിയദർശിനി വിളിക്കുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുക്കി വെച്ച സ്ഥലം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. അതൊരു വല്ലാത്തൊരു നിഗൂഢതയും എന്തൊക്കെയോ ഒരു പ്രത്യേക ഫീൽ ആ പള്ളി തരുന്നുണ്ട്. കാട് പിടിച്ച് കിടക്കുന്ന അവിടെയുള്ള 1-2 ഫോട്ടോസ് ചേട്ടൻ്റെ പ്രൊഫൈലിലും അല്ലാതെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സെമിത്തേരിയിൽ സ്റ്റീഫൻ ഇരിക്കുന്നത്, അത് എങ്ങനെയായിരുന്നു ആ ഒരു പള്ളിയുടെ? അതൊരു റിയൽ ലൊക്കേഷൻ തന്നെയാണ്. അത് വാഗമണ്ണടുത്താണ് ലൊക്കേഷൻ ഉള്ളത്. അത് അവര് ചർച്ച് ഓൾറെഡി റണ്ണിങ് ചർച്ചാണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്തതിനും മേടിച്ച് നമ്മൾ അങ്ങനെ ആക്കിയെടുത്തതാണ്. തിരിച്ച് ഷൂട്ട് കഴിഞ്ഞിട്ട് അവർക്ക് അത് പുതുക്കി പണിത് ഒരു പുതിയ ചർച്ചാക്കിയിട്ട് അവർക്ക് നമ്മൾ കൊടുത്തു. അത് ചർച്ച് കുറേ അന്വേഷിച്ച് നമ്മൾ നടന്നായിരുന്നു. പിന്നെ സെറ്റിടാന്നുള്ള തീരുമാനമൊക്കെ അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് ഈ ചർച്ച കിട്ടുന്നത്. ആ ലൊക്കേഷൻ കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന് പിന്നെ ആ ചർച്ചിനെ നമ്മൾ പൊളിച്ച് അങ്ങനെ ആക്കിയതിന് ശേഷം തിരിച്ചവർക്ക് വീണ്ടും പുതിയ ചർച്ചയ്ക്ക് കൊടുത്തു. പിന്നെ ലൂസിഫറിനെ സംബന്ധിച്ച് അതിപ്പോൾ എന്തും പറയാലോ, അതിൽ വിട്ടു പറയാവുന്നല്ല. അതിലൊരു ഫേവറേറ്റ് എന്നൊക്കെ പറയാവുന്ന സീൻ ഏതായിരിക്കും? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ സീനിലൊരു ഇംപ്രവൈസേഷനൊക്കെ വരുന്നതുണ്ടല്ലോ. അത് ഈ പറഞ്ഞ മാതിരി ലാൽ സാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് സീൻ തന്നെയായിരിക്കും അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ഒരു സാധനം കിട്ടിയത്. കാരണം വെച്ചാൽ അതിൽ പുള്ളീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് കൊച്ചുങ്ങൾ വന്ന് അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ലാൽ സാറിൻ്റെ ഒരു ലുക്ക് ഉണ്ട്, പുള്ളീനെ നോക്കുന്ന ഒരു ലുക്ക് ഉണ്ട്. അത് ശരിക്കും നമ്മളും നോക്കുമ്പോൾ നമുക്കും ഒരു ഭയം തോന്നണ ഒരു ഇതായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു ഇതാണ്. അതുപോലെ ഇപ്പൊ സീനിയർ ഡയറക്ടർ ഫാസിൽ സാറ് ഇതിലൊരു ആക്ടറായി വരുന്നുണ്ട്. പുള്ളിയായിട്ട് സംസാരിക്കാൻ കൂടുതൽ സമയം സംസാരിക്കാനൊക്കെ കിട്ടിയ അത് അങ്ങനെ കൂടുതലല്ല, പക്ഷെങ്കിലും പുള്ളിയായിട്ട് സംസാരിച്ച് ഇപ്പൊ ഇതിലുണ്ട് ലൂസിഫറിലും മറ്റേ എമ്പുരാനിലും ഉണ്ട് പുള്ളി. ജനറ്റ് സേവിയറിൽ ഒരു സിനിമാറ്റോഗ്രാഫർ ഉണ്ടാവും.
ആഗ്രഹമുണ്ട്. സുഹിത്തേട്ടനോടൊക്കെ സംസാരിക്കാറുണ്ടോ? ഞാൻ സുഹിത്തേനോടൊക്കെ അസിസ്റ്റന്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. പുള്ളി അതിന്റെ ആവശ്യമില്ല, നീ നേരിട്ട് ചെയ്തോന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു ലെവലെത്തിയോ? പയ്യെ ആഗ്രഹം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മുടെ മൈൻഡ് ആ ലെവലിലെത്തിയോ? ഇങ്ങനെ എന്നാ ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ്. നമുക്ക് അതിനുള്ള അവസരങ്ങളും കാര്യങ്ങളും ലഭിക്കണം, അതിനൊന്നുകൂടി ട്രൈ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഡബിൾ മോഹൻ, വിലായത്ത് ബുദ്ധ, ഞാനൊക്കെ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം പുസ്തകം വായിച്ചൊരു എക്സൈറ്റ്മെന്റിൽ ഇപ്പോഴും ആ എക്സൈറ്റ്മെന്റ് വിട്ടിട്ടില്ല. അപ്പൊ അതിലെ 1-2 പോസ്റ്റേഴ്സ് ബർത്ത്ഡേ പോസ്റ്റർ ആയിട്ടൊക്കെ ഷെയർ ചെയ്തിരുന്നു. ഡബിൾ മോഹനൻ ജീപ്പിൽ ഇരിക്കുന്നതൊക്കെ. ആ ഒരു സിനിമയിലെ വർക്കിംഗ് എങ്ങനെയായിരുന്നു? ജയൻ ചേട്ടനാണ് അതിന്റെ ഡയറക്ടർ. ജയൻ ചേട്ടൻ എന്ന് പറയുന്നത് സച്ചിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. പൃഥ്വിരാജിന്റെ കൂടെയും ലൂസിഫറിലൊക്കെ പുള്ളി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്ത അനാർക്കലിയിലൊക്കെ പുള്ളി ഉണ്ടായിരുന്നു. ആ ഒരു കണക്ഷനിലാണ് ആ സിനിമ ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ അതൊരു റോ ഷൂട്ടിങ്, നമ്മളൊരു അയ്യപ്പനും കോശി സ്റ്റൈലിലുള്ള ഒരു സിനിമയാണ്. അതിന്റെ സബ്ജക്റ്റ് ബേസിൽ രണ്ടുപേര് തമ്മിലുള്ള ഈഗം പരിപാടികളാണ്. പിന്നെ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് ഇനി അടുത്തൊരു പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. നല്ല വിഷ്വൽസും നല്ല ഇതായിട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. അതിന്റെ ഇടയിലേ പൃഥ്വിരാജ് എന്ന ഒരു ആക്ടർ കംപ്ലീറ്റ്ലി ആക്ടിങ്ങിൽ ഇൻവോൾവ് ആയി അല്ലെ? ഇപ്പൊ നിങ്ങളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ഇതിന്റെ ഇടയിൽ എമ്പുരാന്റെ കാര്യങ്ങൾ പറയോ? എമ്പുരാന്റെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, നമ്മൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ പുള്ളി പറയും നമ്മളിങ്ങനെ അടുത്തത് ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അടുത്ത പരിപാടി ഇത്രാം തീയതി ഇങ്ങനെ ഷൂട്ട്, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ആവശ്യങ്ങളുള്ള ജോലികൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഡിറക്ഷൻ മാറ്റി വെച്ചിട്ടല്ല അഭിനയിക്കുന്നത് അല്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു വിലായത്ത് ബുദ്ധ എമ്പുരാന്റെ ഷൂട്ടിങ്ങിന് ശേഷം ബാക്കി ഷൂട്ട് ചെയ്തായിരുന്നു വിലായത്ത് ബുദ്ധ. കൂടുതലും പുള്ളി ഒരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ആ ഒരു കിട്ടുന്ന ഗ്യാപ്പ് മറ്റേ എമ്പുരാന്റെ ബാക്കി പരിപാടികൾക്ക് വേണ്ടിയിട്ട് ആയിരുന്നു ഫുൾ ടൈം ലൊക്കേഷനിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മ്യൂസിക്കിന്റെ പരിപാടി നടക്കുന്നുണ്ട്, എഡിറ്റ് നടക്കുന്നുണ്ട്, അങ്ങനെ ഓരോ പരിപാടികളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പുള്ളി മിക്കവാറും ഫോണിലോ അല്ലെങ്കിൽ ഇവർ ചെയ്ത സാധനം പുള്ളിക്ക് അയച്ചു കൊടുത്ത് പുള്ളി അത് കണ്ട് അതിന്റെ കറക്ഷൻ പറയലും. അപ്പോൾ ഓരോ ഷോട്ട് കഴിഞ്ഞാലും പുള്ളി അപ്പുറത്ത് മാറി ഒരു ചെയറിലിരുന്ന് ഇത് എമ്പുരാന് വേണ്ടി വർക്കിംഗ് തന്നെയായിരുന്നു. കടുവയിലും ഇതുപോലെ ജീപ്പ് സീൻ ഉണ്ട്. നമ്മള് ജീപ്പിൽ സീൻ എടുക്കുമ്പോൾ ഒരു സിമിലാരിറ്റിയും വരാൻ പാടില്ല. ഒബ്വിയസ്ലി ക്യാരക്ടർ രണ്ടാണ്, എങ്കിലും ഇപ്പൊ മറ്റേ ഇതും കടുവാക്കുന്നിൽ അച്ഛനും ഇതും വരുന്ന ഡബിൾ മോഹനും 2 ആൾക്കാർ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കില്ല നമ്മൾ എടുത്തതിനോട് സിമിലാരിറ്റി വരാൻ പാടില്ല. അപ്പൊ ജീപ്പിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു മോഹൻ, അതില് രണ്ടിലും വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞപ്പോ കടുവയില് അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മളൊരു ഷോട്ട് എടുത്തായിരുന്നു. അത് ഒരു സോങ് കട്ടിന് വേണ്ടിയിട്ടാണ് എടുത്തത്. പുള്ളി ജീപ്പിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് സിഗാർ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് ആ ക്യാരക്ടർ അത് അങ്ങനെയാണ്. പിന്നെ ഇതിലേക്ക് വിലായത്തിലേക്ക് വരാണെങ്കിൽ ഡബിൾ മോഹന്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഈ ജീപ്പാണ്. അപ്പൊ ഫുൾ ടൈം കുറെ സീനുകൾ ജീപ്പ് വെച്ചിട്ടുള്ള സീനുകളുണ്ട്. അപ്പൊ കൂടുതലും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ സ്റ്റിലുകൾ എടുക്കാൻ ശ്രമിക്കും. ചോക്ലേറ്റ് വിട്ട് സച്ചിയേട്ടനെ കാണുന്നതാണല്ലോ. എങ്ങനെയായിരുന്നു കൂടെയുള്ള ഒരു വർക്കിംഗ്? സച്ചേട്ടനും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് പുള്ളി. പിന്നെ നല്ല റൈറ്ററാണ് പുള്ളി. പുള്ളി ഒരു കാര്യം പറഞ്ഞ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ പുള്ളി എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് മാക്സിമം കിട്ടാൻ വേണ്ടി പുള്ളി അതിന് വേണ്ടി ട്രൈ ചെയ്യും. ആ ഒരു ആർട്ടിസ്റ്റിനെ എത്രത്തോളം പിഴിയാൻ പറ്റുമോ അത്രത്തോളം പിഴിഞ്ഞ ആർട്ടിസ്റ്റിന്റെ ഏറ്റവും നല്ല പെർഫോമൻസ് പുള്ളി പുറത്തേക്ക് എടുപ്പിക്കും. അങ്ങനെ എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ സച്ചേട്ടൻ്റെ സിനിമകളിൽ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് എല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ്. ഇപ്പോൾ അയ്യപ്പനും കോശി ആയാലും അനാർക്കലി ആയാലും ഇവരെല്ലാം നന്നായിട്ട് ചെയ്തുള്ളൂ. അപ്പോൾ അയ്യപ്പനും കോശി എല്ലാവരും എടുത്തു അവരുടെ രണ്ടുപേരും പെർഫോമൻസ്. അനാർക്കലിയിൽ എന്തോ പറഞ്ഞില്ലായിരുന്നോ ഒരു അപകടം? അത് ഒരു സോങ് കട്ടായിരുന്നു അണ്ടർ വാട്ടറിൽ. അവര് അത് പലയിടത്തും വരുന്നില്ല, ലക്ഷദ്വീപിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരു പൂളിനകത്തേക്ക് രണ്ടുപേരും സോങ്ങിന്റെ ഇടയിൽ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതും വീഴുന്നുണ്ട്. അതിലൊരു ഷോട്ട് എടുത്തതിന് ശേഷം ഒരു സ്റ്റില്ല് നമുക്ക് വേണ്ടിയിട്ട് അവർ പോസ്റ്റ് ചെയ്തിരുന്നു വെള്ളത്തിനടിയിൽ. അത് ഒരു വൈറലായിട്ടുള്ള ഒരു സ്റ്റില്ലായിരുന്നു അണ്ടർ വാട്ടർ. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം സിനിമകളിൽ അങ്ങനെ വരാതെ വന്നിട്ടുള്ള ഒരു പുതിയൊരു സാധനം ഇതുകൊണ്ടായിരിക്കും. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അണ്ടർ വാട്ടർ സ്റ്റിൽ എടുക്കുക? അത് ഓൾറെഡി അണ്ടർ വാട്ടർ ക്യാമറ ആയിട്ട് അവരുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് സ്റ്റില്ല് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടി ഉള്ളിലേക്ക് ചാടി അവർ കൊണ്ട് പോസ്റ്റ് ചെയ്യിപ്പിച്ചു. അല്ലല്ല, പൂളിനകത്ത് തന്നെ ഷൂട്ട് ചെയ്തതാണ്. അത് ട്രിവാൻഡ്രത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ ചെയ്യുന്നത്? ഇപ്പൊ കുറെ ഉണ്ടല്ലോ നമ്മുടെ സെറ്റ് ചെയ്ത് പൂളിന്റെ പുറത്ത് തന്നെ നിന്ന് ചെയ്യുന്ന. അത് പക്ഷെ പെർഫെക്ഷൻ എന്നുള്ള സാധനം തന്നെയാണ് എപ്പോഴും ഡയറക്ടർമാരും ആഗ്രഹിക്കാതെ തന്നെയായിരിക്കും. പെർഫെക്ഷനോട് കൂടി ചെയ്യുക.
അപ്പോൾ പ്രത്യേകിച്ച് പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CG വർക്കുകളോട് ഒട്ടും പുള്ളിക്ക് ഇതില്ല. മാക്സിമം റിയലായിട്ട് ചെയ്യാൻ പറ്റൂ അത്രയും റിയലായിട്ട് അങ്ങനത്തെ ലൊക്കേഷനുകൾ ചൂസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എമ്പുരാൻ തിയേറ്ററിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ഒരു എക്സൈറ്റ്മെന്റ് വരുന്നത്? അതായത് ഇപ്പം ഞാൻ രണ്ടാമത് ചെയ്യുന്നൊരു പാർട്ടാണ്, നമുക്ക് കുറേ രഹസ്യങ്ങളുള്ളിലുണ്ട്. അത് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എക്സൈറ്റ്മെന്റ് തന്നെയാണ്. പടം എങ്ങനെയെങ്കിലും കാണണം എന്നുള്ളൊരു ആഗ്രഹവും ഇപ്പോൾ ഈ എല്ലാവരുടെയും ചോദ്യങ്ങൾ തന്നെയാണ് ഫുൾ ടൈം. ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നായാലും ചോദ്യങ്ങൾ എമ്പുരാൻ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയുണ്ട്, ആദ്യത്തെ ഷോ കാണുന്നുണ്ടോ, അതാണ്. പിന്നെ പലരും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാ ഇന്നാളുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ എക്സൈറ്റ്മെന്റിൽ കാണുന്നു, കേൾക്കുന്നു, അതിനുള്ള മറുപടികൾ കൊടുത്ത് പോകുന്നു. ഇനിയിപ്പോൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങളും അതെ, ഞങ്ങൾക്കും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ ഉത്തരം കിട്ടില്ല എന്നറിയാം. അത് ആഫ്റ്റർ റിലീസ്. അപ്പൊ ഞങ്ങളും പരിമിതമായ ചോദ്യങ്ങൾ ഒതുക്കിയാണ് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത്. ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു വെരി മച്ച്.